ഇപ്പോൾ മുഖ്യമന്ത്രി കാസർഗോഡ് സംസാരിക്കുകയാണ്. തത്സമയം 2016 ആശുപത്രികൾ ഒന്നുമില്ലാതിരുന്ന, ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല, അങ്ങനെ ഇല്ല 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 എന്ന് മാത്രമല്ലേ കേട്ടുകൊണ്ടിരുന്നത്. അവിടുന്നല്ലേ കാര്യങ്ങൾ മാറിയത്. ആ മാറ്റം, ഇന്ന് കാണുന്ന മാറ്റം എങ്ങനെയുണ്ടായതാ? കോവിഡ് മഹാമാരി ലോകത്തെ ആകെ മുട്ടുകുത്തിച്ചല്ലോ. വലിയ സമ്പന്ന രാഷ്ട്രങ്ങൾ, സമ്പത്തിൻ്റെ കേന്ദ്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന രാഷ്ട്രം വരെ കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നത് നമ്മൾ കണ്ടല്ലോ. കോവിഡിന് മുന്നിൽ മുട്ടുകുത്താതെ കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങളിലെ സംവിധാനങ്ങൾ മികച്ചു നിന്നല്ലോ. ലോകം ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടല്ലോ. എങ്ങനെയാണത്? ബോധപൂർവമായ ഇടപെടലിൻ്റെ ഭാഗമായി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെയുള്ള ചികിത്സാലയങ്ങളിലെല്ലാം വന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഭാഗമായാണ് കേരളം ലോകത്തിനു മുന്നിൽ ഏറ്റവും വലിയ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്നൊരു സംസ്ഥാനമായി മാറിയത്. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നത് ആർക്കാണ്? ഒരു സംശയവുമില്ല, നാട്ടിലെ മഹാഭൂരിഭാഗം ജനങ്ങൾക്കാണ്. അതിസമ്പന്നരല്ലാത്തവരാണ് നാട്ടിലെ മഹാഭൂരിഭാഗം ജനങ്ങൾ. അവർക്കാണ് ഇതിൻ്റേതായ മുഴുവൻ ഗുണവും അനുഭവിക്കാൻ കഴിയുന്നത്. അതിദരിദ്ര വിഭാഗം, നമ്മുടെ സംസ്ഥാനം ഈ ബദൽ നയത്തിൻ്റെ ഭാഗമായി ഒരു നിലപാടെടുത്തു. ആ നിലപാട് നമ്മുടെ രാജ്യം പൊതുവിൽ അതിദരിദ്രർ വളരെ കൂടുതലാണ്. നമ്മുടെ സംസ്ഥാനം അതിദരിദ്രമുക്തമാവണം. 2025 നവംബർ 1, 3 വർഷം മുൻപ് പ്രഖ്യാപിച്ചതാണ്. കേരളം ഒരു കുടുംബവും അതിദരിദ്രാവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല. നവംബർ 1 വരാൻ പോവുകയാണ്. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു സംശയമില്ല, 2025 നവംബർ 1 ആകുമ്പോൾ കേരളത്തിലെ അതിദരിദ്ര കുടുംബങ്ങളെ ആകെ പൂർണ്ണമായും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് കഴിയും. അതന്ന് പ്രഖ്യാപിക്കാനും കഴിയും. ഇതൊക്കെ കേരളത്തിന് കഴിയുന്നത് എന്തുകൊണ്ടാണ്? ബദൽ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ്. ഈ കേരളത്തെയാണ് ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്, സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം. കേന്ദ്ര ഗവൺമെൻറ് കടുത്ത രീതിയിലാണ്, ഒരു പകപോക്കൽ രീതി പോലെ കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുണ്ടക്കൈ ചൂർമല ദുരന്തം പോലും അർഹമായ സഹായം നിഷേധിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ നിലപാടാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോഴൊരു മാറ്റം വന്നിട്ടുള്ളത്, കേരളത്തിൽ നിന്നുള്ള എംപിമാരാകെ ഒന്നിച്ചതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. പാർലമെൻറ്റിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുന്നത് നാം കണ്ടു. നമ്മുടെ നാടിൻ്റെ
കടുത്ത പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു ഘട്ടമാണിത്. നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. നീതി, അവകാശം നിഷേധിക്കാൻ പാടില്ല. ആ നിഷേധത്തിനെതിരെ ശക്തമായ നിലപാട് നാടിനാകെ ഒന്നിച്ച് സ്വീകരിക്കാനാവണം. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെയുള്ള ദുരന്തങ്ങളിലും നമ്മെ സഹായിച്ചിട്ടില്ല. സഹായിച്ചാലുമില്ലെങ്കിലും ദുരന്തം അനുഭവിക്കേണ്ടി വന്നൊരു നാടിന് അതിനെ അതിജീവിച്ചേ മതിയാവും. നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരുമയിലൂടെ, ഐക്യത്തിലൂടെ എങ്ങനെ അതിജീവനം നടത്താം എന്നത് തെളിയിച്ച നാടാണ് നമ്മുടേത്. മുണ്ടക്കൈ ചൂരൽമലയിലും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയോടെയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിച്ചു പോകാൻ ഇനിയുള്ള ഘട്ടത്തിൽ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാമുള്ള ഇവിടുത്തെ പാർട്ടിയുടെ ഒരു കേന്ദ്രമായാണ് AKG മന്ദിരം ഇന്നു മുതൽ മാറുന്നത്. ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. കാസർഗോഡ് കാറ്റാടി AKG സെന്റർ മന്ദിരം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കേന്ദ്ര സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കുകയാണ്.